ഇവിടെ ഡിഗ്രി കഴിഞ്ഞിട്ട് പലർക്കും ഉള്ള ഡൗട്ടാണ് അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത്. അതിന് ഹെൽപ്ഫുൾ ആയിട്ട് നമ്മൾ ഇവിടെ ഒരുപാട് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പ്രൊഫഷണൽസിനെ കൊണ്ട് തന്നെ നമ്മൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ നമുക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസിനെക്കാളും കൂടുതൽ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കുമ്പോൾ കുറെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. റെയിൽപാതയുടെ അറ്റകുറ്റപ്പണികൾക്കായി പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ പാലത്തറ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടതോടെ ഇതിലൂടെയുള്ള യാത്ര ദുരിതത്തിൽ നാട്ടുകാർ. റെയിൽപാതയുടെ അറ്റകുറ്റപ്പണികൾക്കായി ഈ മാസം 19 ഉച്ച മുതലാണ് പട്ടാമ്പി പള്ളിപ്പുറം പാതയിലെ പാലത്തറ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത്. ഈ മാസം 28 വരെ ഗേറ്റ് അടച്ചിടുമെന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. റെയിൽവേ ഗേറ്റ് അടച്ചതോടെ ഈ വഴിയുള്ള യാത്രക്കാർ ദുരിതത്തിലായി. പള്ളിപ്പുറം പട്ടാമ്പി മേഖലയെ ബന്ധിപ്പിക്കുന്ന പ്രധാന വഴികളിലൊന്നായ പാലത്തറ ഗേറ്റ് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ കിലോമീറ്ററോളം യാത്ര ചെയ്തു വേണം ആളുകൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ എന്ന സ്ഥിതിയായിരിക്കുകയാണ്. റെയിൽവേ അധികൃതർ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് ഗേറ്റ് അടയ്ക്കുകയും റോഡിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ നിരത്തി വാഹന ഗതാഗതം തടയുകയും ചെയ്തിരിക്കുന്നത്. ദിവസേന ജോലിക്കും പഠനത്തിനുമായി പട്ടാമ്പിയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും പോകുന്ന നൂറുകണക്കിന് ആളുകൾക്കാണ് ഇത് ദുരിതമായിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അടക്കമുള്ളവരും വലിയ ദുരിതത്തിലാണ്. വളാഞ്ചേരി, ചെമ്പ്ര, തിരുവേപ്ര ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്ക് പട്ടാമ്പി വഴിയോ കൊടുമുണ്ട വഴിയോ പോകേണ്ട അവസ്ഥയാണ്. പാലത്തറ ഗേറ്റിന് ഇപ്പുറം മുതൽ പട്ടാമ്പിയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. വളാഞ്ചേരിയിലേക്കും ബസ് സർവീസ് ഉണ്ട്. എന്നാൽ പള്ളിപ്പുറത്ത് നിന്നും പാലത്തറ ഗേറ്റിലേക്ക് എത്തണമെങ്കിൽ 4 കിലോമീറ്ററോളം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ്. ഓട്ടോ കൂലി പലർക്കും താങ്ങാവുന്നതിനും അപ്പുറമാണ്. ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരുപാട് പ്രയാസം തന്നെയാണ്. കാരണം ഇത് ഏതോ കാലത്ത് വരേണ്ടതാണ് സംഭവം. ഇതിൽ ഈ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എക്സ്ചേഞ്ച് ചെയ്തിട്ട് മനുഷ്യന്മാരെ ഭയങ്കര ദുരിതത്തിലാണ്. 25 എന്നാണ് പോലെ അവിടെ എഴുതിയിട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 26 ആവും, ചിലപ്പോൾ 27 ആവും. പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല എല്ലാ വർഷവും, അത് വേറെ കാര്യം. പക്ഷെ ഇതിനൊരു പരിഹാരം എന്തില്ലെങ്കിൽ ഒരു മേപ്പാലം കൊണ്ടുവരാനുള്ള ഒരു സങ്കല്പം കൊണ്ടുവരിക, അല്ലെങ്കിലോ അപ്പുറത്തുള്ള പാലത്തിൻ്റെ പരിപാടി തുടങ്ങും. എത്ര പ്രയാസമുണ്ട്. അക്കരക്ക് കടക്കണമെങ്കിൽ കൊടുമുണ്ട പാലം കടന്നിട്ട് വേണം, ഗേറ്റ് കടന്നിട്ട് വേണം. എത്ര കിലോമീറ്റർ ഇവിടുന്ന് ഓടണം. പിന്നെ ആ പാലത്തിൻ്റെ ഉള്ളിൽ ഒരു ബൈക്ക് നേരം പോലും കൂടി കൊണ്ടുപോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. പള്ളിപ്പുറം ഭാഗത്തുനിന്നും കരുവാമ്പടി, അഞ്ചുമൂല ഭാഗങ്ങളിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കും യാത്രാക്ലേശം നേരിടുന്നുണ്ട്. ഇവരെ ഇപ്പോൾ ഇരുഭാഗങ്ങളിലും വാഹനം ഏർപ്പാടാക്കിയാണ് സ്കൂൾ അധികൃതർ കൊണ്ടുപോകുന്നത്. ഇതിനായി നിരവധി അധ്യാപകരുടെ സേവനവും ഇവിടെയുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്കും ഇതിലൂടെ കടന്നുപോകുവാൻ അനുമതിയില്ല. അടിയന്തര ആവശ്യങ്ങൾക്കും ആശുപത്രി യാത്രകൾക്കുമായി പോകുന്നവരും ഇതുമൂലം വലിയ പ്രതിസന്ധിയിലാണ്. അറ്റകുറ്റപ്പണികൾ 25 വരെ എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് 28 വരെയാക്കി മാറ്റിയിട്ടുണ്ട്. വീണ്ടും ഇത് നീട്ടുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്.